ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചൂട് കനത്തതോടെ കച്ചവടക്കാരും നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. 10:30 മുന്നേ കച്ചവടം മതിയാക്കി പോകേണ്ട സ്ഥിതിയാണ് നിലവിൽ. ചാല മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീകൾക്കൊപ്പം സുനിഷ അയല്ലൂർ ചേരുകയാണ്. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. ഈ തൊഴിലാളികൾക്ക് 10 മണി മുതൽ ഉച്ചവരെയുള്ള വെയിൽ നേരിട്ട് കൊള്ളരുത്, ജോലിയിൽ നിൽക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പലർക്കും അത് ഉപജീവന മാർഗമാണ്. അങ്ങനെ വെയിൽ കാരണം പോകാൻ കഴിയാത്തൊരു സ്ഥിതി കൂടിയുണ്ട്. ഇതാ നമ്മൾ ചാല മാർക്കറ്റിലാണ്. ഇവിടെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരമ്മയെ കാണാം. വെയിലാണ്, വലിയ ബുദ്ധിമുട്ടാണ്. വെയിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. വെയിലായതുകൊണ്ടാണ് എനിക്ക് പോണത് വാരി വെച്ചിട്ട്. ബാക്കി വെച്ചിട്ട് പോയാലോ കരിഞ്ഞിരിക്കും നാളെ വരുമ്പോഴത്തേക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് വരേണ്ട കാലത്ത് ഇതാണ് അവസ്ഥ. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉച്ചവരെയും വൈകുന്നേരം വരെയൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ 7 മണി തൊട്ട് തന്നെ വെയിൽ കനക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അധിക നേരം നിൽക്കാൻ കഴിയില്ല. 10 മണിയൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിയാണ്. അമ്മമാരെയൊക്കെ കാണാം, നമുക്ക് കുടയൊക്കെ ചൂടിയാണ് പച്ചക്കറിയൊക്കെ വിൽക്കുന്നത്. അമ്മ, ഭയങ്കര ബുദ്ധിമുട്ടും കച്ചവടവും ഇല്ല, വിഷമിച്ചിരിക്കും. സാധനങ്ങൾ എടുത്താൽ വിൽക്കണതേ ഇല്ല. അതുകൊണ്ട് ആളുകൾ സാധനം വാങ്ങാൻ വരാത്ത ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട് ആളുകൾ വരണില്ല വാങ്ങിക്കാൻ. ഇത് വിറ്റാലോ ചായയെങ്കിലും കുടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. വീട്ടിലേക്ക് അതും ഇല്ല. രാവിലെ എത്ര മണിക്ക് എത്തി ഇവിടെ? 3 മണിക്ക് കയറും. 3 മണിക്കൊന്നും കച്ചവടം ഇല്ല. പിന്നെ സാധനങ്ങൾ എടുത്ത് വെച്ചോണ്ടിരിക്കും. ആള് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വെയിലും വരും. 4-4:30 ആളുകൾ വരുമ്പോൾ പിന്നെ അങ്ങ് വെയിലായി. നേരം ഉണ്ടാവുമോ? ഇല്ല, പോയി വെയിലത്തിരിക്കാൻ ഒക്കില്ല. വലിയ പ്രതിസന്ധിയാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെ അങ്ങോട്ടുള്ള ഒരുപാട് ആളുകളുടെ അവസ്ഥ. ഇതാണ്, ഈ വെയിലത്ത് കുടചൂട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മണി വരെയെങ്കിലും കച്ചവടം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ഈ വെയിലത്തും പണിയെടുക്കുന്നത്. ഇവർ പറഞ്ഞതുപോലെ ഇവരുടെ ഉപജീവന മാർഗമാണ്. ഏതായാലും ഇതാണ് ചാല മാർക്കറ്റിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇത്ര മാത്രമല്ല, അങ്ങോട്ടൊക്കെ പോയാൽ ഇത് തന്നെയാണ് സ്ഥിതി. പല തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. വെയിലത്ത് പണിയെടുക്കേണ്ട സ്ഥിതി വരുന്നു. ഇനിയും ഇതേ രീതിയിൽ ചൂട് കൂടുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പുറത്ത് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. അവർക്ക് ഒരു ദിവസത്തെ ഉപജീവനത്തിന് വേണ്ടിയുള്ള തുക കയ്യിൽ കിട്ടുക പ്രധാനമാണ്. രാവിലെ പച്ചക്കറിയൊക്കെ വിൽക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ അത് വിറ്റുതീരുക പ്രധാനമാണ്. അതിന്റെ നഷ്ടമൊന്നും സഹിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ലല്ലോ. വലിയ ചൂടാണ്. തണലോരം പറ്റിയുള്ള കച്ചവടങ്ങളൊക്കെയായി പരമാവധി സമയം എന്നുള്ളതാണ് നിലവിൽ അവർ നേരിടുന്ന അല്ലെങ്കിൽ ചെയ്യുന്നൊരു